വന്ന വിരുന്നിന് വെന്ത ചോറ് എന്ന് കേട്ടിട്ടില്ലേ? ഗസ്റ്റ് ഇൻഫോർമേഷൻ ഇല്ലാതെ വരുമ്പോൾ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ കഴിയുന്ന ഒരു റവ കൊണ്ടുള്ള ഇഡലിയാണ് ഈ ഐറ്റംസ്. വെളുത്ത ചെറിയ തരിയുള്ള റവ എടുക്കുക. വെളിച്ചെണ്ണ ഒഴിച്ച്, വെളിച്ചെണ്ണയല്ല നെയ്യാണ് ഏറ്റവും നല്ലത്. നെയ്യില്ലാത്തവർ വെളിച്ചെണ്ണ എടുക്കുക. നെയ്യ് ഒഴിച്ച് കടുക് പൊട്ടിച്ച് ഉണക്കമുളക് കറിവേപ്പില അതിലേക്ക് ഇട്ട് കൊടുത്ത് അണ്ടിപ്പരിപ്പ് ഉണക്കമുന്തിരി അത് ഓപ്ഷണലാണ്, ആവശ്യമുണ്ടെങ്കിൽ ഉപയോഗിക്കുക. അണ്ടിപ്പരിപ്പൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. അതെല്ലാം ചേർത്ത് റവ നല്ലതുപോലെ ഒന്ന് വറുക്കുക. അതിലേക്ക് നമ്മൾ പുളിയില്ലാത്ത ഇത്തിരി തൈര് ഒഴിക്കുക. അധികം പുളിയില്ലാത്ത തൈര്, തീരെ ഒരുപാട് പുളി ഉണ്ടായാൽ രസം ഉണ്ടാവില്ല. തൈര് ഒഴിക്കുക. ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. ബേക്കിംഗ് സോഡ ഇതിന് വേണം, കാരണം പെട്ടെന്ന് ഉണ്ടാക്കുന്നത് കൊണ്ട് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ട് അല്പം ബേക്കിംഗ് സോഡ നിങ്ങളുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് 1/4 ടീസ്പൂൺ ഒരു പിഞ്ചിടുക. വെള്ളം ഒഴിക്കുക. വെള്ളം ഒഴിച്ച് മാവ് നല്ലപോലെ കലക്കി വെക്കുക. കലക്കി വെച്ചിട്ട് 20 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും നോക്കുക. കട്ടിയാണെങ്കിൽ അല്പം കൂടി വെള്ളം ചേർത്ത് ഇഡ്ഡലി പാത്രത്തിൽ കോരി ഒഴിച്ച് വേവിച്ചെടുക്കാവുന്നതാണ്. ഇനി തേങ്ങയ്ക്കൊക്കെ ഭയങ്കര വിലയല്ലേ, അപ്പോൾ ചട്നി ഉണ്ടാക്കാനാണെങ്കിൽ നിങ്ങളിത് ആദ്യം തന്നെ സ്റ്റോക്ക് ചെയ്ത് വെക്കാം. റവയൊക്കെ ഇങ്ങനെ വറുത്തെടുത്ത് വെക്കാം. ചട്നി ആണെങ്കിലും നിലക്കടല വറുത്ത് വയ്ക്കുക. അതിലേക്ക് ഉപ്പ്, കറിവേപ്പില, മുളക് പൊടി ഇതൊക്കെ ചൂടാക്കി, വെളുത്തുള്ളി 2 അല്ലി ഒക്കെ ചൂടാക്കി വെച്ച് നിലക്കടലയോടൊപ്പം തന്നെ, വറുത്ത നിലക്കടലയോടൊപ്പം തന്നെ പൊടിച്ച് നനവില്ലാതെ സ്റ്റോർ ചെയ്ത് വെക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് ഗസ്റ്റ് വരുമ്പോൾ അതെടുത്ത്, തേങ്ങ ചട്നി ഒന്നും തേങ്ങ സമയത്തില്ലെങ്കിലും തേങ്ങയ്ക്ക് വില കൂടിയ സമയമൊക്കെ അല്ലേ, അപ്പോൾ അതെടുത്ത് നിങ്ങൾക്ക് ആവശ്യാനുസരണം കടുക് പൊട്ടിച്ച് പിന്നെ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് പൊട്ടിച്ചെടുത്ത് ആവശ്യത്തിന് വെള്ളം ചേർത്ത് ചട്നിയായിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇതാണ് ഇന്നത്തെ അടിപൊളി ഇഡലി കൊണ്ടുള്ള റവ. ഒന്ന് പരീക്ഷിച്ച് നോക്കൂ. ബേക്കിംഗ് സോഡയൊക്കെ ആവശ്യത്തിന് ഉപയോഗിക്കണം കേട്ടോ. സോൾട്ട്, തൈര് ഒക്കെ, തൈര് പുളിപ്പില്ലാത്തത്. പിന്നെ 20 മിനിറ്റ് അല്ലെങ്കിൽ അരമണിക്കൂറൊക്കെ നിങ്ങൾ മാവ് കലക്കി മാറ്റി വെക്കണം. മാവിലേക്ക് കട്ടി ആയാൽ വെള്ളം ഒഴിച്ച് കൊടുക്കണം.